ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ക്ലാസ് നമ്മൾ എൻ സി ആർ ടിയും എസ് സി ആർ ടിയും ഒക്കെ കവർ ചെയ്ത് എക്സ്ട്രാ പോയിന്റ്സും ആഡ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത ടോപ്പിക് കേട്ടോ, തൊട്ടടുത്തിട്ടുള്ള ആ ടോപ്പിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ആണ്. അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിനോട് കൂടിയിട്ട് നമുക്ക് യൂറോപ്യന്മാരെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂറോപ്യന്മാരുടെ സംഭാവന. ഓക്കെ, കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് യൂറോപ്യന്മാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ക്ലാസ് കുറച്ച് സ്പീഡാണെന്ന് പറയുന്നുണ്ട്, അപ്പൊ ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി കൊണ്ടുവന്നത് എന്താണ്? അച്ചടി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഗോവയിലാണ്. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കൊണ്ടുവന്നിട്ടുള്ളത് ഗോവയിലാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി കൊണ്ടുവന്നത് ആരാണ്? കേരളത്തിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാർ തന്നെയാണ്. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിലും വൈപ്പിനിലുമാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരാണ്. കൊണ്ടുവന്നത് കൊച്ചിയിലും വൈപ്പിനിലുമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാര് നിർമ്മിച്ച ആദ്യത്തെ കോട്ട, ഇന്ത്യയിൽ യൂറോപ്യന്മാര് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ കോട്ട ഏതാണ്? ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാര് എന്ന് പറയുമ്പോൾ ആദ്യം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോട്ട നിർമ്മിക്കുന്നത്. ഏതാണ് ആ കോട്ട? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന വേറെ കുറച്ച് പേരുകൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? വൈപ്പിൻ കോട്ട എന്നറിയപ്പെടാറുണ്ട്. വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട. എന്താണ്? കൊച്ചിൻ കോട്ട, ആയിക്കോട്ട. ഓക്കെ, അല്ല ആഴിക്കോട്ട, അതുപോലെ തന്നെ ആയക്കോട്ട. ഓക്കെ, അഴിക്കോട്ട, ആയക്കോട്ട, കൊച്ചിൻ കോട്ട, വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട. ഓക്കെ, ഇത്രയും പേരുകളാണ് മാനുവൽ കോട്ടയ്ക്കുള്ളത്. എന്തൊക്കെയാണ്? കൊച്ചിൻ കോട്ട, അഴിക്കോട്ട, ആയക്കോട്ട, വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുകളാണ് മാനുവൽ കോട്ട അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മാനുവൽ കോട്ട ഇന്ത്യയിൽ നിർമ്മിച്ചത് ആരാണ്? ഇന്ത്യയിൽ നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. ആരാണ്? അൽബുക്കർക്കാണ് കേട്ടോ. അൽബുക്കർക്കാണ് ഇന്ത്യയിൽ മാനുവൽ കോട്ട നിർമ്മിക്കുന്നത്. എപ്പോഴാണ് നിർമ്മിക്കുന്നത്? 1503 അൽബുക്കർക്കാണ് നിർമ്മിക്കുന്നത്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ആദ്യ പോർച്ചുഗീസ് പള്ളി. ഓക്കെ, ആദ്യത്തെ പോർച്ചുഗീസ് പള്ളി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, കൊച്ചിയിലാണ് ആദ്യത്തെ പോർച്ചുഗീസ് പള്ളി. ഓക്കെ, ആദ്യത്തെ പോർച്ചുഗീസ് പള്ളി നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. സെന്റ് ഫ്രാൻസിസ് പള്ളി. ഏതാണ് പള്ളി? സെന്റ് ഫ്രാൻസിസ് പള്ളി. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്ന വാസ്തുവിദ്യ. ഓക്കെ, ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വാസ്തുവിദ്യ എന്താണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗോതിക് ശൈലി. എന്ത് ശൈലിയാണ്? ഗോതിക് ശൈലി. ഗോതിക് ശൈലി എന്നാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വാസ്തുവിദ്യ അറിയപ്പെടുന്ന പേരാണ് ഗോതിക് ശൈലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്നതിൽ ഇതിന്റെ ആ ഒരു ഇതിൽ നിർമ്മിച്ച, അതായത് ഈ ഒരു പള്ളിയുടെ ശൈലി ഉണ്ടല്ലോ, പള്ളിയല്ല, ഗോതിക് ശൈലിയുടെ ഒരു ശൈലിയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന 2 പള്ളികളുണ്ട് ഇന്ത്യയിൽ. ഏതൊക്കെയാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലും ബോം ജീസസ് പള്ളി ഗോവയിലും. ഓക്കെ, ബോം ജീസസ് പള്ളി ഗോവ. ഈ 2 പള്ളികളും ഗോതിക് ശൈലിയുടെ ആ ഒരു മോഡലിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പള്ളികൾ നിർമ്മിക്കുന്ന സമയത്ത് ഓരോ പള്ളിക്കും ഓരോ യൂറോപ്യൻ ടച്ച് കൊണ്ടുവന്നതും ആദ്യം പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പള്ളികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് പുറമേയുള്ള ആ ഒരു ഇതായിരിക്കില്ലല്ലോ. അപ്പോൾ യൂറോപ്യന്മാർ ഇവർ വന്നതോട് കൂടിയിട്ട് പോർച്ചുഗീസുകാരാണ് നമ്മുടെ പള്ളികൾക്കും ഒരു യൂറോപ്യൻ ടച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണ്? ശാസ്ത്രീയമായിട്ടുള്ള കൃഷി കൊണ്ടുവന്നു. ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി കൊണ്ടുവരുന്നതും ഇവരാണ്. അതുപോലെ തന്നെ ചവിട്ട് നാടകം കൊണ്ടുവരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം കൊണ്ടുവരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം കൊണ്ടുവരുന്നത്. 1555 കേരളവർമ്മയ്ക്ക്, ഓക്കെ, ആരാണ്? കേരളവർമ്മയ്ക്ക് ഡച്ച് കൊട്ടാരം നിർമ്മിച്ചു നൽകിയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ 1555 കേട്ടോ. അപ്പോൾ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മട്ടാഞ്ചേരി കൊട്ടാരം. ഓക്കെ, ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മട്ടാഞ്ചേരി കൊട്ടാരം. ഓക്കെ, അപ്പോൾ ഈ കൊട്ടാരം
നിർമ്മിച്ചു നൽകിയത് പോർച്ചുഗീസുകാരാണ്. എപ്പോഴാണ് നിർമ്മിച്ചു നൽകിയത്? 1555 കേരളവർമ്മയ്ക്ക് ഡച്ച് കൊട്ടാരം നിർമ്മിച്ചു നൽകിയത്. പിന്നെ SCERT പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ട് എന്താണ്? അതായത് കൈതച്ചക്ക, വറ്റൽമുളക്, പപ്പായ, പേരയ്ക്ക, കശുവണ്ടി, ആത്തിക്ക, ഇതിന്റെ എല്ലാ ഉറവിടം എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാരാണ് നമ്മുടെ കേരളത്തിലോട്ട് കൈതച്ചക്കയും വറ്റൽമുളകും പപ്പായ, പേരയ്ക്ക, കശുവണ്ടി, ആത്തിക്ക എന്ന് പറയുന്ന ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയാനായിട്ട്. കോൺട്രിബ്യൂഷൻസ് അല്ലേ, അവർ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് ഡച്ചുകാരെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ഡച്ചുകാരെ കുറിച്ചാണ്. ഓക്കെ, ഡച്ചുകാരെന്ന് പറയുന്നത് 1774 ബോൾഗാട്ടി പാലസ് ഉണ്ടല്ലോ, ബോൾഗാട്ടി പാലസ് നിർമ്മിക്കുന്നത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി പാലസ് നിർമ്മിക്കുന്നത് ആരാണ്? ഡച്ചുകാരാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രി സ്ഥാപിച്ചു. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രി സ്ഥാപിക്കുന്നതും ഡച്ചുകാരാണ്. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രി സ്ഥാപിച്ചത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ ചേറ്റുവ കോട്ട. ഓക്കെ, ചേറ്റുവ കോട്ട 1714 ചേറ്റുവ കോട്ട 1714 തൃശ്ശൂർ സ്ഥാപിക്കുന്നത്. ചേറ്റുവ കോട്ട 1714 തൃശ്ശൂർ സ്ഥാപിക്കുന്നത് ആരാണ്? ഡച്ചുകാരാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മൾ ഡച്ചുകാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതും ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പോർച്ചുഗീസുകാരുടെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുഫ്തുൽ മുജാഹിദീൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഷെയ്ഖ് സൈനുദ്ദീൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അത് ഓൾറെഡി പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇവിടെ പറയാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നോക്കിയാലും. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് പ്രസിദ്ധീകരിച്ചത് എപ്പോഴാണ്? പ്രസിദ്ധീകരിച്ചത് 1678 1703 കാലഘട്ടത്തിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാള ലിപികൾ, നമ്മുടെ മലയാള ലിപികൾ അച്ചടിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണ്. മലയാള ലിപികൾ അച്ചടിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് തയ്യാറാക്കിയത് ആരാണ്? തയ്യാറാക്കിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സഹായിച്ച മലയാളി എന്ന് പറയുന്നത് E.T. അച്യുതനാണ്. E.T. അച്യുതനാണ് അദ്ദേഹത്തിനെ സഹായിച്ചത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് തയ്യാറാക്കിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. അദ്ദേഹത്തിനെ സഹായിച്ച മലയാളി എന്ന് പറയുന്നത് E.T. അച്യുതനാണ്. സഹായിച്ച ബ്രാഹ്മണർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഓക്കെ, 3 ഭട്ടുകളാണ്. അതായത് സഹായിച്ചിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. മലയാളത്തിലേക്ക് ഇതിനെ തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ. ഓക്കെ, മലയാള ലിപി അച്ചടിക്കുവാനായിട്ട് സഹായിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലിപി അച്ചടിക്കുവാനായിട്ട് സഹായിച്ചത് ആരാണ്? ഇമ്മാനുവൽ റോയ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാനായിട്ട് സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ്. ഓക്കെ, അതിന് സഹായിച്ചിട്ടുണ്ടായിരുന്ന പരിഭാഷകൻ ആരാണ്? സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണൈറോ. ഓക്കെ, ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എവിടെയാണെന്നാണ് ചോദിക്കുക. അപ്പൊ ഇതൊരു നമുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചതെന്നുള്ളത്. ഒരിക്കലും അല്ല. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആംസ്റ്റർഡാമിലാണ്. അതായത് നെതർലൻഡിലുള്ള ആംസ്റ്റർഡാമിലാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാകെ 12 വാല്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര വാല്യങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിലാകെ 12 വാല്യങ്ങളാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 12 വാല്യത്തിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏതാണ്? തെങ്ങാണ്. ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ്. അവസാനം പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നത് ആലാണ്. അവസാനം പ്രതിപാദിക്കുന്നത് എന്താണ്? ആലിനെയാണ് അവസാനം പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഇതിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കാനായിട്ട് നേതൃത്വം നൽകിയത് എവിടെയാണ്? നമ്മുടെ കേരള സർവകലാശാലയാണ്. മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കാനായിട്ട് കേരളത്തിൽ നേതൃത്വം നൽകിയിരിക്കുന്നത് നമ്മുടെ കേരള സർവകലാശാലയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡച്ചുകാരെ കുറിച്ച് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. 1678 1773 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചു. മലയാള ലിപികൾ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ്. തയ്യാറാക്കിയത് അഡ്മിറൽ വാൻ റീഡും അദ്ദേഹത്തിനെ സഹായിച്ച മലയാളി E.T. അച്യുതനുമാണ്. സഹായിച്ച ബ്രാഹ്മണർ എന്ന് പറയുന്നത് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ടാണ്. ഓക്കെ, മലയാളത്തിലേക്ക് അതിനെ തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. മലയാള ലിപി അച്ചടിക്കുവാനായിട്ട് സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ്. അതിന് സഹായിച്ച പരിഭാഷകൻ എന്ന് പറയുന്നത് ഇമ്മാനുവൽ കർണൈറോ ആണ്. ഓക്കെ, അതുപോലെ
നമ്മുടെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് ആംസ്റ്റർഡാം, നെതർലൻഡിലാണ്. ഇതിനാകെ 12 വാല്യങ്ങളാണുള്ളത്. ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം എന്ന് പറയുന്നത് തെങ്ങാണ്. ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. അവസാനം പ്രതിപാദിക്കുന്നത് ആലാണ്. ആലാണ് അവസാനം പ്രതിപാദിക്കുന്നത്. മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. എവിടെയാണ്? കേരള സർവകലാശാലയാണ്. ഓക്കെ, അപ്പൊ അടുത്തത് ബ്രിട്ടീഷുകാരാണ് കേട്ടോ. ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഓട്ടു കമ്പനി, ഓക്കെ, ആദ്യത്തെ ഓട്ടു കമ്പനി തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ ഈ ഡച്ചുകാരെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിവിടെ ഉപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രസ്സുകളിൽ ഈ കളറ് മുക്കില്ലേ, നമ്മൾ ചായം മുക്കുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഉപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ ഈ കേരളത്തിൽ ചായം, വസ്ത്രങ്ങളിൽ ചായം മുക്കൽ, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഡച്ചുകാരാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തെടുക്കണേ. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് ആദ്യത്തെ ഓട്ട് കമ്പനി കൊണ്ടുവന്നത് 1874 പുതിയറക്കല്ല്, 1874 പുതിയറക്കല്ലിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, 1874 പുതിയറക്കല്ലിലാണ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരുടെ ആദ്യ കോട്ട, ബ്രിട്ടീഷുകാരുടെ ആദ്യ കോട്ട എന്ന് പറയുന്നത് അഞ്ചുതെങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ ആദ്യത്തെ കോട്ട കെട്ടിയത് എവിടെയാണ്? അവര് അഞ്ചുതെങ്ങിലാണ് കെട്ടിയത്. അവരുടെ ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്താണ് അവരുടെ ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നിലമ്പൂര് 1500 ഏക്കറിൽ, ഓക്കെ, 1500 ഏക്കറിൽ തേക്ക് തോട്ടം, ഓക്കെ, 1500 ഏക്കറിൽ തേക്ക് തോട്ടം നിർമ്മിച്ചത് കൊനോലിയാണ്. ഓക്കെ, കൊനോലി എന്ന് പറയുന്ന വ്യക്തിയാണ് തേക്ക് തോട്ടം വെച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നീട് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കൊനോലി പ്ലോട്ട്. ഓക്കെ, കൊനോലി പ്ലോട്ട് എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ദാരോഗ നടപ്പിലാക്കി. ഓക്കെ, ദാരോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയോ നിങ്ങൾക്ക്? ദാരോഗ ഏർപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ്. എന്താണ് ഈ ദാരോഗ എന്ന് പറയുന്നത്? നമ്മുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്ത് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു മലബാറിൽ, ഓക്കെ, മലബാറിൽ ഒരു നീതിന്യായ വ്യവസ്ഥ രൂപപ്പെടുത്തണം എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിനായിട്ട് അവരെന്ത് ചെയ്തു? മലബാറിൽ ഒരു 7 പ്രത്യേക കേന്ദ്രങ്ങളിലായിട്ട് നീതി നിർവഹണങ്ങൾക്കായിട്ട്, ഓക്കെ, നീതിന്യായ നിർവഹണങ്ങൾക്കായിട്ട് ദാരോഗ ഏർപ്പെടുത്തി. ഓക്കെ, ദാരോഗോ ഏർപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ നീതിന്യായ വ്യവസ്ഥകൾ നടപ്പിലാക്കാനായിട്ട് ഏർപ്പെടുത്തിയതാണ് ദാരോഗോ എന്ന് പറയുന്നത്. അപ്പൊ ദാരോഗോ ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രിട്ടീഷുകാരാണ് ദാരോഗോ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ആദ്യത്തെ റെയിൽ പാത, അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. ആദ്യത്തെ റെയിൽ പാത ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്, കേരളത്തിൽ നിർമ്മിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. 1861 ബേപ്പൂർ മുതൽ തിരൂര് വരെയായിരുന്നു പാത എന്ന് പറയുന്നത്. ഇപ്പൊ എവിടെയാണ്? 1861 ബേപ്പൂർ മുതൽ തിരൂര് വരെയായിരുന്നു പാത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡച്ചുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് നോക്കാനായിട്ടുള്ളൂ, വേറെ ഇനിയില്ല, കഴിഞ്ഞു കേട്ടോ ഇതോട് കൂടിയിട്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടും SCERTയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണല്ലേ ഇതാ, ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി, അല്ലെ LMS, CMS, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത് നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. LMS സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി, എന്താണ്? ചർച്ച് മിഷൻ സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റി CMS സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി, തിരുവിതാംകൂർ. കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ് CMS സ്ഥിതി ചെയ്യുന്നത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതായത് BEM, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാറിലാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥിതി ചെയ്യുന്നത്. സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് 1772 പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ്. എന്താണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്? സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മലയാളത്തിൽ, ഓക്കെ, പൂർണ്ണമായിട്ടും മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം എന്ന് പറയുന്നത്. 1847 ഹെർമൻ ഗുണ്ടർട്ട്, ഓക്കെ, ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്ന പത്രങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ രാജ്യസമാചാരം, പശ്ചിമോദയം എന്ന് പറയുന്നത് എന്താണ്? പത്രങ്ങളാണ്. ഓക്കെ, രാജ്യസമാചാരവും പശ്ചിമോദയം പത്രങ്ങളാണ്. ഇത് സ്ഥാപിച്ചതാരാണ്? 1847 ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഹെർമൻ ഗുണ്ടർട്ട് എന്ന വ്യക്തിയാണ് ഇത് സ്ഥാപിക്കുന്നത്. 1847 ഇത് സ്ഥാപിക്കുന്നത്. ഓക്കെ,
അടുത്ത എന്താണ്? അടുത്തതെന്ന് പറയുന്നത് അർണോസ് പാതിരി. അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കുന്നത് ആരാണ്? അർണോസ് പാതിരിയാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കുന്നത് അർണോസ് പാതിരിയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? 1846 ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. 1846 ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. 1846 ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ഓക്കെ, അപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ പോയിന്റ്സിലും ഇത്രയും ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ക്ലാസ് ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ, ഓക്കെ, തിരുവിതാംകൂറിന്റെ ഹിസ്റ്ററിയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലും നമുക്ക് SCERT NCERT എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും എഴുതിയെടുക്കുക, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. നമുക്ക് പതിയെ പഠിച്ചു പോകാം, സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് എഴുതിയെടുക്കുക. പിന്നെന്താ, പഠിക്കുക കേട്ടോ. നമ്മൾ അടുത്തൊരു ഇത് ഇട്ടതിന് ശേഷം, ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിൻ്റെ ടൈം ടേബിൾ പഠിക്കേണ്ടത് തരുള്ളൂ. അതുവരെ തന്നെ അതിന് മുമ്പ് തന്നിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, അത് റിവിഷൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നല്ല രീതിക്ക് പഠിക്കുക, ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നെ മതി ക്ലാസ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.